ഈ പാകിസ്ഥാനിലുണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ഒരുപാട് റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ബലൂച്ച് ആർമി ഒരു ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ളവർക്കെതിരെ ആക്രമണം നടത്തുന്നു. 8ഓളം സൈനികരെ കൊന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇമ്രാന്റെ അനുയായികൾക്ക് തരത്തിലുള്ള മറ്റൊരു പ്രതിഷേധമുണ്ടായിരുന്നു ഒരു തലത്തിൽ. അതായത് രാജ്യം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ അവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഈ ഒറ്റ ജനത എന്നുള്ള വികാരം നമുക്കൊക്കെ ഉള്ളതുപോലെ, ഇന്ത്യൻ ജനതയ്ക്കുള്ളതുപോലെ ഒരു ജനത എന്നുള്ള വികാരം അവർക്കില്ല. ഒരു ഭാഗത്ത് സൈന്യം, ഒരു ഭാഗത്ത് രാഷ്ട്രീയ നേതൃത്വം, ഒരു ഭാഗത്ത് പ്രതിപക്ഷം, ഒരു ഭാഗത്ത് ബലൂച്ച് ആർമിയുടെ പോരാട്ടം. ഇതൊക്കെ വല്ലാതെ വലയ്ക്കുന്ന ഒരു രാജ്യമാണ് വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടാക്കുകയും ഇന്ത്യയിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്നത്. തീർച്ചയായും. അതായത് ബലൂച്ച് ആർമിയുടെ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. അതായത് കൊറ്റ നഗരം പിടിച്ചെടുത്തതിന് പിന്നാലെ ഇന്നലെ 39 ഇടങ്ങളിൽ, കൊറ്റയ്ക്ക് പുറമേ മറ്റ് 39 ഇടങ്ങളിൽ പോലും സമാനമായ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് അവർ പുറത്തുവരികയും ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് അവർ തെളിവ് സഹിതമാണ് പുറത്തുവിടുന്നത്. കാരണം സൈനിക വാഹനത്തിന് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നു. ഈ സമയമൊക്കെ ഇന്ത്യയുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യയുമായി വളരെ വലിയ രീതിയിലുള്ള സംഘർഷ പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആഭ്യന്തര കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടുകയും അവിടെ നിന്ന് പലയിടങ്ങളിൽ നിന്നും സൈന്യത്തിന് പിൻവാങ്ങേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം അവർ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. അതായത് സൈന്യത്തിന്റെ വാഹനം കടന്നു പോകുന്നു, സൈന്യം മറ്റ് സൈനികരെ ഉൾപ്പെടെ വെടിവെച്ച് വീഴ്ത്തുന്ന സാഹചര്യം. ആ മേഖലകളിലൊക്കെ തന്നെ തങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി എന്ന രീതിയിലാണ് ബലൂച്ച് ആർമി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവിടുത്തെ സൈന്യത്തിനോ, പക്ഷേ അതല്ല രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിലാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പല തട്ടുകളിലായാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു വശത്ത് സൈന്യം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഭരണം കൈയാളുന്നവർ, മറ്റൊന്ന് പ്രതിപക്ഷമായി, പിന്നീട് ബലൂച്ച് ലിബറേഷൻ ആർമി, മറ്റ് ചെറിയ ചെറിയ പാർട്ടികൾ, ഇത്തരത്തിൽ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റ് ചില താലിബാൻ പോലെയുള്ള ചെറിയ ചെറിയ പാർട്ടികൾ പാകിസ്ഥാനിലുമുണ്ട്. ആ രീതിയിൽ ഓരോ മേഖലയിലും സമാനമായ രീതിയിലുള്ള ആക്രമണമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി പാകിസ്ഥാനിൽ നടന്നു വരികയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ ഇമ്രാൻഖാന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ PTI തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ബലൂച്ച് ആർമിയും ഒപ്പം തന്നെ PTIയും ഒരേ രണ്ട് വശത്തായി വരുമ്പോൾ അതിനെ ഏത് തരത്തിൽ ഈ ഭരണം കൈയാളുന്നവർ എങ്ങനെ അതിനെ നേരിടാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊരു ആയുധമാക്കാൻ സൈന്യം സ്വാഭാവികമായും ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് സൈനിക നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ സൈനിക അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അസീം മുനീർ കരുതുകയും ചെയ്തത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം ചെയ്യുകയും ചെയ്തത്. കാരണം സ്വാഭാവികമായും നമുക്കറിയാം, ഈ ബലൂച്ച് ആർമി പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് അവരെ അടിച്ചമർത്തുക എന്നുള്ളത് വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അതിന് കൂടുതൽ രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ അറ്റാക്കിലേക്ക് പാകിസ്ഥാനും കടക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. നിരന്തരം ഇങ്ങനെ പാകിസ്ഥാൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തുന്നു. ആദ്യം നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ 12 പേരടങ്ങിയ സൈനിക വാഹനത്തിന് നേരമാണ് കുഴിബോംബ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. 12 സൈനികർ കൊല്ലപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമായി ഏകദേശം 22ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള അനൌദ്യോഗിക വിവരങ്ങൾ കൂടി അവിടുന്ന് പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ബലൂച്ച് ആർമി തന്നെയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ 39ഓളം നഗരങ്ങളിൽ കൂടി തങ്ങൾ വ്യാപിക്കുന്നു. ആ നഗരങ്ങൾ കൂടി തങ്ങൾ ഉടനടി തന്നെ പിടിച്ചടക്കും. അവിടെയെല്ലാം തന്നെ തങ്ങളുടെ അധീനതയിലാക്കും. അവിടെ സ്വതന്ത്ര രാഷ്ട്രമെന്ന രീതിയിൽ, ബലൂച്ച് ആർമിയുടെ രാഷ്ട്രമെന്ന രീതിയിൽ പിന്നീട് തങ്ങൾ ഭരിക്കുമെന്നുള്ള രീതിയിലുള്ള ചില അവകാശവാദങ്ങൾ ഈ ബലൂച്ച് ആർമിയുടെ, ലിബറേഷൻ ആർമിയുടെ നേതാവ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അവരുടെ വാർത്താക്കുറിപ്പുകളിലും ഒക്കെ തന്നെ ഇതേ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് വളരെ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങളും മറ്റ് സംഘർഷങ്ങൾക്കുമായി ആയിരിക്കും ഇനി വഴിവെക്കാൻ പോകുക. അത് തന്നെയാണ് എവരും ഭയക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഷെഹ്ബാസ് ഷെരീഫ് അടക്കം ഈ ഒരു അട്ടിമറി നീക്കത്തെ വലിയ ആശങ്കയോട് തന്നെയാണ് കാണുന്നത്. കാരണം നമുക്കറിയാം, ഈ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന 2 ദിവസം മുമ്പ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ രൂക്ഷമായ സംഘർഷം ഉടലെടുത്ത ആ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വന്തം വസതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അസീം മുനീറിനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നടക്കമുള്ള വാർത്തകൾ ചെറിയ രീതിയിൽ പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം, അതായത് പാകിസ്ഥാനിലെ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ സോഷ്യൽ
ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പ്രചരിക്കുകയും ചെയ്തത്. അതിൽ രണ്ടാമനായിട്ടുള്ള അസീം മുനീറിന് തൊട്ടു താഴെ ഉള്ള വ്യക്തി, അതായത് പാകിസ്ഥാന്റെ രണ്ടാം ഭരണാധികാരി എന്ന്, സൈന്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾ തന്നെ ഇത്തരത്തിൽ ഇതിന് മുൻകൈ എടുക്കുന്നു. കാരണം അദ്ദേഹം കൂടുതലും നിലവിലത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി അടുത്ത് ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുതിയ പട്ടാള മേധാവിയാക്കാനുള്ള ശ്രമം ഷെഹ്ബാസ് ഷെരീഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു സ്ഥിരീകരണത്തിലേക്ക് കടന്നില്ല എങ്കിൽ പോലും തന്നെ നിലവിൽ ഇന്ത്യ പാക് സംഘർഷത്തിന് നേരിയ അയവ് വന്നിട്ടുണ്ട്. ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രിയോട് കൂടി എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള സീസ് ഫയറിന് ഓർഡർ ഇട്ടതിന് പിന്നാലെയും വൈകിട്ട് 5 മണിക്ക് സീസ് ഫയർ നിലവിൽ വരുന്നു. പിന്നെയും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഇന്ത്യക്ക് നേരെ വീണ്ടും ഉടലെടുക്കുകയും ചെയ്തത്. അതിന് ഒരു തയ്യാറല്ല. അതായത് ഈ ഒരു നീക്കത്തിൽ, സർക്കാർ നടത്തിയ ഈ ഒരു നീക്കത്തിൽ സൈന്യം അതിലൊട്ടും തൃപ്തരല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നടപടിയായിരുന്നു എല്ലാത്തിനും നമ്മൾ കാണുകയും ചെയ്ത്. അതെല്ലാം ചേർത്ത് വായിക്കുന്ന ഈ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഈ വാർത്തകൾ അനുസരിച്ച് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വധിക്കുക എന്ന ലക്ഷ്യം അസീം മുനീറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിലൊരു നീക്കം അദ്ദേഹം നടത്തുന്നു. അതിന്റെ ഭാഗമായി ഇമ്രാൻഖാൻ കഴിയുന്ന അഡിയാല ജയിലിന് മുന്നിലേക്ക് ഡ്രോണുകൾ അയക്കുന്നു എന്നടക്കമുള്ള ആരോപണമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പാകിസ്ഥാനിൽ അശാന്തി തുടരുകയാണ്. ഒരു തരത്തിലുമുള്ള സമാധാനമില്ലാതെ ആ രാജ്യം മാറുകയാണ്. ഇന്ത്യക്കെതിരെ വലിയ തിരിച്ചടി നേരിടുന്നു. സീസ് ഫയറിന് സമ്മതിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ജീവന് പോലും ആശങ്കയുണ്ടാക്കത്തക്ക വിധത്തിലുള്ള സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും കനത്ത ജാഗ്രതയിലാണ് അതിർത്തി. അമൃത്സറിലെ ബ്ലാക്ക് ഔട്ട് അവസാനിച്ചുവെങ്കിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. റെഡ് അലേർട്ട് മുന്നറിയിപ്പുമായി അല്പം മുമ്പ് സൈറനുകളും മുഴങ്ങി. ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചതെന്നും ജനങ്ങൾ വീടുകളിൽ ജനലുകൾക്ക് അടുത്ത് നിൽക്കരുതെന്നും കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. സൈത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സൈത്ത്, തുടർച്ചയായി ഡ്രോൺ പ്രയോഗമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി 10 രണ്ടാമതും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും സ്ഥിതിഗതികൾ പൂർണ്ണമായും സമാധാനപൂർണ്ണമാണ് എന്ന് പറയാറായിട്ടില്ലല്ലോ. ഒരിക്കലുമില്ല. പൂർണ്ണമായി എന്ന് പറയാൻ വയ്യ. കാരണം അത്തരമൊരു സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് ഇന്നലെ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇന്നലെ രാത്രി 10:30 ശേഷം കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. പക്ഷേ അതീവ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് അവിടെ ബ്ലാക്ക് ഔട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നലെ രാത്രി വൈകി അമൃത്സർ മേഖലയിൽ അവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനം. പക്ഷേ റെഡ് അലർട്ട് പിൻവലിച്ചിട്ടില്ല എന്നുകൂടി അവിടെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പുറമെ മറ്റു മേഖലകളിലും പിന്നീട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പൂഞ്ച് അടക്കമുള്ള ഇടങ്ങളിലെല്ലാം സമാധാനപരമായ സാഹചര്യമാണ്. രാവിലത്തെ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും മറ്റ് അനിഷ്ട സംഭവങ്ങൾ, ഇന്നലെ കണ്ടതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് ആശ്വാസം നൽകുന്നതാണ്. ഇതിനിടയിൽ ഈ ഷോപ്പിയാൻ മേഖലയിൽ വീണ്ടും തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അത് ഈ കേസുമായി